പ്രഭാതം 4 മണിയാണ് സമയം. ഹസന ഉംറ സംഘം ഇന്ന് മസ്ജിദ് ആയിഷയിലേക്കാണ് പോകുന്നത്. മസ്ജിദ് ആയിഷയിലേക്ക് പോയിക്കൊണ്ട് അവിടുത്തെ ചരിത്രങ്ങൾ മനസ്സിലാക്കുക, അവിടുന്ന് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യാം. ഇങ്ങനെയെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള രാവിലത്തെ പോക്കാണ്. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. നമ്മൾ 4 മണിക്ക് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട ഉപ്പമാരൊക്കെ വലിയ ഉന്മേഷത്തോടെ വരുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നാറുണ്ട്. അങ്ങനെ രാവിലെ തന്നെ നമുക്ക് ബസ് എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഉംറയുടെ പാക്കേജ് വകയുള്ള ഉംറയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള ബസ് എത്തിയിട്ടുണ്ട് കറക്റ്റ് 4 മണിക്ക്. ബസ്സുകാർ എങ്ങനെയാണ് 4 മണി എന്ന് പറഞ്ഞാൽ 3 മണി എന്ന് പറഞ്ഞാൽ എപ്പം വേണമെങ്കിൽ നമ്മൾ വിളിച്ചാൽ കറക്റ്റ് ടൈമിങ്ങിലെത്തും. ഞങ്ങളുടെ യാത്ര മസ്ജിദ് ആയിഷയിലെത്തി. ആയിഷ പള്ളിയിലേക്ക് ഏകദേശം ഒരു അരമണിക്കൂർ ദൂരമാണുള്ളത്. പകൽ സമയങ്ങളിൽ പോകുമ്പോൾ കുറച്ച് കൂടുതൽ സമയം എടുക്കാറുണ്ടെങ്കിലും ഇന്ന് പ്രഭാതമായതുകൊണ്ട് കാര്യമായ സമയമെടുത്തില്ല. പൊതുവിൽ ഇപ്പോൾ സൗദി അറേബ്യയുടെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചൂടുള്ള ഒരു സാഹചര്യമാണ്. പ്രഭാതമാണെങ്കിലും പ്രദോഷമാണെങ്കിലും നമുക്ക് സഹിക്കാൻ പറ്റുന്നതും, ഉച്ച സമയമാകുമ്പോൾ അല്പം കൂടുതൽ ചൂടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അങ്ങനെ മസ്ജിദ് ആയിഷയിലേക്ക് എല്ലാവരും കൂടെ പോവുകയാണ്. ഇവിടുന്ന് ഇനി ഇഹ്റാം ചെയ്തിട്ട് വേണം നേരെ പരിശുദ്ധമായ ഹറമിലേക്ക് പോകാൻ വേണ്ടി. ഏകദേശം സമയം സുബഹി ജമാഅത്ത് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്കും. എന്നാലും ഞങ്ങൾ എല്ലാവരും ഇവിടുന്ന് സുബഹി നിസ്കാരിക്കുന്നതിന് മുമ്പ് ഇഹ്റാമിന് മുമ്പുള്ള സുന്നത്ത്, അതുപോലെ ശേഷം സുബഹി നിസ്കാരം എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് നടന്ന് നീങ്ങി. ഇത് മസ്ജിദ് ആയിഷയിലേക്കുള്ള ഇൻഡോറിൽ കാണുന്നൊരു മനോഹരമായ കാഴ്ചയാണ്. നല്ല ഭംഗിയായ രീതിയിലാണ് മസ്ജിദ് ആയിഷ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ഒരു സമയമാണെങ്കിൽ പോലും കണ്ടില്ലേ, ഒരുപാട് പ്രിയപ്പെട്ട ഉമ്മമാരെല്ലാവരും ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യാൻ വന്നവരുണ്ട്. പുറത്ത് സ്ത്രീകളുണ്ട്, ഇവിടെ ഉപ്പമാരും എല്ലാവരും ഉണ്ട്. വിശാലമായ ഒരു പള്ളിയാണ് മസ്ജിദ് ആയിഷ എന്നുള്ളത്. ഇവിടെ റെസ്റ്റ് എടുക്കുന്നവരുണ്ട്. രാത്രി സമയങ്ങളിൽ ഇവിടെ കിടക്കാൻ സമ്മതിക്കാറില്ല പൊതുവിൽ. സമയമാണെങ്കിലും പുറത്തുള്ള കച്ചവടക്കാർ ഇവരൊക്കെ ഇവിടെ 24 ഹവർ ഉണ്ടാകുന്ന രീതിയിലാണ് ഉണ്ടാവാറുള്ളത്. ഇത് നമ്മൾ രാവിലെ വന്നാലും ഉച്ചക്ക് വന്നാലും രാത്രി നട്ടപ്പാതിരക്ക് വന്നാലും ഈ കച്ചവടക്കാരെല്ലാവരും ഇവിടെ പലപ്പോഴും കാണാറുണ്ട്. കാരണം പരിശുദ്ധമായ ഉംറയ്ക്ക് ഓരോരുത്തരും ഏതു സമയത്താണ് ഇഹ്റാം ചെയ്യാൻ വേണ്ടി വരുന്നത് എന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഓരോരുത്തരും അവരുടെ സൗകര്യം പോലെ വരും. പരിശുദ്ധ മക്കയിൽ നിന്നും ഏറ്റവും അടുത്തുള്ള ഇഹ്റാമിൻ്റെ ഇടമായതുകൊണ്ട് തന്നെ ഇങ്ങോട്ടെല്ലാവരും കറക്റ്റ് വരാറാണ് പതിവുള്ളത്. മസ്ജിദ് ആയിഷ അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. അതിൽ ഫുള്ള് ബാരിക്കാടുകളെല്ലാം വെച്ചുകൊണ്ട് പെയിൻ്റ് അടിക്കാനുള്ള തയ്യാറെടുപ്പുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും പഴയ കാലങ്ങൾ കണ്ടിരുന്ന രൂപത്തിലല്ല ഇപ്പോൾ കാണുന്നത്. ഇഹ്റാമിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരവും സുബഹി നിസ്കാരവും എല്ലാം കഴിഞ്ഞു. പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരെല്ലാവരും കൂടെ ചരിത്രങ്ങൾ കേൾക്കാൻ, എന്താണ് മസ്ജിദ് ആയിഷ, എന്തുകൊണ്ട് മസ്ജിദ് ആയിഷയിലേക്ക് ഇത്ര പ്രത്യേകത വന്നു, മസ്ജിദ് ആയിഷയുടെ പരിസരത്തുള്ള ചരിത്രങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായി കേട്ടറിയാൻ, അനുഭവിക്കാൻ, അവർ മനസ്സിലാക്കാൻ വേണ്ടി ആകാംക്ഷയോടെ മസ്ജിദ് ആയിഷയുടെ ഒരു സൈഡ് വശത്തേക്ക് നടന്നു നീങ്ങുന്ന മനോഹരമായ കാഴ്ചയാണ് കാണുന്നത്. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. പ്രഭാതമായതുകൊണ്ട് തന്നെ അതിൻ്റേതായൊരു ഉന്മേഷം എല്ലാവരുടെ മുഖത്തുമുണ്ട്. മസ്ജിദ് ആയിഷ എന്നും അതുപോലെ ഇങ്ങോട്ട് മസ്ജിദുൽ ഉംറ എന്നും മസ്ജിദു തൻഈം എന്നും 3 പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. മസ്ജിദു തൻഈം എന്ന് പറയാൻ കാരണം വലത് സൈഡിൽ ഒരു വലിയ മല നാഇം എന്നുള്ള മലയും ഇടത് സൈഡിൽ ഒരു വലിയ മലയുണ്ട് നഈം എന്നുള്ള, അങ്ങനെ 2 മലകൾക്കിടയിലുള്ളൊരു സ്ഥലമായതുകൊണ്ട് ഇതിനെ മസ്ജിദു തൻഈം എന്ന പേരിൽ അറിയപ്പെടുന്നു. അതേസമയത്ത് മസ്ജിദുൽ ഉംറ എന്ന് പറയാൻ കാരണം പരിശുദ്ധമാക്കപ്പെട്ട ഹറമിൽ നിന്നും ഒരാൾക്ക് ഉംറ ചെയ്യണമെങ്കിൽ ആദ്യം അവർ ഹറമിൽ നിന്നും ഹില്ലിലേക്ക് പോവേണ്ടതുണ്ട്. ഹറമിൽ നിന്നും ഹില്ലിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ഹറമിൻ്റെ ബൗണ്ടറി കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്നതിനാണ് ഹില്ല് എന്ന് പറയുന്നത്. അപ്പം ഹില്ലിൽ പോയി കഴിഞ്ഞാലാണ് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യാൻ പറ്റുള്ളൂ. ഹറമിൽ വെച്ചുകൊണ്ട് ചെയ്താൽ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്താൽ ശരിയാവുകയില്ല. അപ്പോൾ പരിശുദ്ധമായ ഹറമിനടുത്തുള്ള ഏറ്റവും അടുത്തുള്ള അതിർത്തിയാണ് മസ്ജിദ് ആയിഷ എന്നുള്ള സ്ഥലം. അതുകൊണ്ടാണ് ഇങ്ങോട്ട് എല്ലാവരും വരുന്നത്. അതുകൊണ്ടാണ് ഇതിന് മസ്ജിദുൽ ഉംറ എന്ന പേരിലും കൂടെ അറിയപ്പെടാൻ കാരണം. ഇനി മസ്ജിദ് ആയിഷ എന്ന ഈ പള്ളിക്ക് പറയാൻ കാരണം മഹദിയായ ആയിഷ ഉമ്മ, ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവരും കൂടെ ഹജ്ജത്തുൽ വദാഇൻ്റെ സമയത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും എല്ലാവരും കൂടെ വരുന്ന സമയത്ത് ആയിഷ ഉമ്മയും കൂടെയുണ്ട്. അന്ന് ആയിഷ ഉമ്മ ശുദ്ധിയുള്ള സമയമല്ലായിരുന്നു. അങ്ങനെ ആദ്യം ഹബീബായ തങ്ങളും സ്വഹാബത്തും ആദ്യമായി കൊണ്ട് അവർ ഉംറ ചെയ്തു, അതിനുശേഷം ഹജ്ജും ചെയ്തു. അപ്പോൾ ഈ ഉംറ ചെയ്ത സമയത്ത് ആയിഷ ഉമ്മ ശുദ്ധിയുള്ള സമയമല്ലാത്തതിനാൽ ആയിഷ ഉമ്മക്ക് ഉംറക്ക് ഇഹ്റാം ചെയ്യാൻ കഴിഞ്ഞില്ല.
അങ്ങനെ ആയിഷ ഉമ്മ ശുദ്ധിയായി പിന്നീട് ഹജ്ജിൽ ഹബീബായ തങ്ങളുപ്പാപ്പയോട് കൂടെ പങ്കെടുത്തു. അങ്ങനെ ഹജ്ജെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോരുന്ന സമയത്ത് ആയിഷ ഉമ്മയുടെ മുഖത്ത് ഇങ്ങനെ വല്ലാത്ത വിഷമം ഹബീബായ തങ്ങളുപ്പാപ്പ കണ്ടു. തങ്ങളുപ്പാപ്പ ചോദിച്ചു, എന്തു പറ്റിയ ആയിഷു, നിങ്ങളുടെ മുഖത്ത് വല്ലാത്ത വിഷമമുണ്ടല്ലോ. ഹബീബായ തങ്ങളുപ്പാപ്പയോട് ആയിഷ ഉമ്മ പറഞ്ഞു, നബിയേ, എല്ലാവരും 2 അജ്റും കൊണ്ടുപോകുമ്പോൾ പാവം ആയിഷ മാത്രം 1 അജ്റല്ലേ ഉള്ളൂ. അതായത് എല്ലാവർക്കും ഹജ്ജും കിട്ടി, ഉംറയും കിട്ടി. ഈ ആയിഷക്ക് മാത്രം കിട്ടിയെന്താണ്? ഹജ്ജ് മാത്രമാണല്ലോ. ഈ ഒരു വിഷമം പറഞ്ഞപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ഉമ്മയുടെ സഹോദരനാവുന്ന അബ്ദുറഹ്മാൻ ഇബ്നു അബൂബക്കർ എന്നുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ ആയിഷ ഉമ്മയെ കൊണ്ടുപോയി ഉംറയ്ക്ക് ഇഹ്റാം ചെയ്ത് അവരെ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്ത് ഉംറ ചെയ്യിപ്പിച്ച് കൊണ്ടുവരണം. അങ്ങനെ പറഞ്ഞയച്ചു. അന്ന് ആയിഷ ഉമ്മ വന്ന പവിത്രമായ ഇടമാണ് മസ്ജിദുൽ ആയിഷ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പള്ളി. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ഈ പള്ളിക്ക് മസ്ജിദ് ആയിഷ എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം. അങ്ങനെ ഞങ്ങൾ ഇഹ്റാം ചെയ്യാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ഇന്ന് 2ാമത് ഉംറക്കുള്ള ഇഹ്റാമിൻ്റെ തയ്യാറെടുപ്പിലാണുള്ളത്. ഏതായാലും പ്രഭാതം പൊട്ടിപ്പിളരുന്ന സമയമാണ്. ആദ്യമായിട്ടാണ് നമ്മൾ ഹസന ഉംറ സംഘം ഈ ഒരു സമയത്ത് ഇതുപോലൊരു ഇഹ്റാം ചെയ്യലുണ്ടാവുന്നത്. ഏതായാലും നല്ല സന്തോഷത്തോടെ നല്ല ഉന്മേഷത്തോടെ ഇഹ്റാമിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ സൂചിപ്പിച്ചു ഞങ്ങൾ ഇഹ്റാം ചെയ്തു. നേരെ പരിശുദ്ധമായ മക്കയിലേക്ക്. വിശ്വാസം സുദൃഢം ഇറങ്ങാം കൂടെ ഹസന ഹോളിഡേ. മഖബൂലും മബ്റൂറും സിയാറത്ത് ചെയ്യാം. മക്ക മദീന കഅബ കണ്ട് സായുജ്യം സാഫല്യം ഒരുങ്ങാം കൂടെ ഹസന ഹോളിഡേ. വിശ്വാസം സുദൃഢം ഇറങ്ങാം കൂടെ ഹസന ഹോളിഡേ.